ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ്. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഉള്ളൊരു ദിവസമാണ്. ഇന്ന് വീക്കെൻഡാണ്, ഫ്രൈഡേ ആണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഫ്രൈഡേ ഭയങ്കര സന്തോഷമുള്ള ദിവസം കേട്ടോ. പിന്നെ പിറ്റേ ദിവസം 2 ദിവസം പോകണ്ടല്ലോ, സാറ്റർഡേ സൺഡേ ഓഫ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഫ്രൈഡേ ആകുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലോക്ക് ടവറിൻ്റെ അവിടെയാണ് ക്ലാസ്. അപ്പോൾ ഞാൻ പാർക്ക് വഴി കയറിയിട്ടാണ് പോയത്, അതുകൊണ്ടാണ് നിങ്ങൾ ഫൗണ്ടെയിനൊക്കെ കണ്ടത്. എൻ്റെ യൂണിവേഴ്സിറ്റി വീഡിയോയിൽ ഞാൻ ഈ ഏരിയ ഒന്നും കാണിച്ചിട്ടില്ല, കാരണം എനിക്ക് 2 വഴി കൂടെയും യൂണിവേഴ്സിറ്റിയിൽ എത്താൻ പറ്റും. വേറൊരു വഴിയാണ് ഇത്. ഞാൻ എല്ലാ പ്രാവശ്യവും വീഡിയോ കാണിക്കുന്നത് പാർക്ക് വഴി കയറി ഓപ്പോസിറ്റ് സൈഡ് യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നതാണ്. ഇത് വേറൊരു റൂട്ടാണ്. ഇതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ക്ലോക്ക് ടവർ വരുന്നത്. അതിൻ്റെ ബിൽഡിങ്ങിലാണ് നമുക്ക് ഫ്രൈഡേയിലെ ക്ലാസ് എല്ലാം ഇവിടെയാണ് നടക്കുന്നത്. ഞാൻ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നേരത്തെ തന്നെ എത്തി യൂണിവേഴ്സിറ്റിയിൽ. അപ്പം ആരും വന്നിട്ടില്ലായിരുന്നു. 1 മണിക്കാണ് ക്ലാസ്. ഞാനൊരു 12:20 ആയപ്പോഴത്തേക്ക് എത്തിയായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് എത്തി. അവൻ MRT എടുത്തിട്ടൊക്കെ ആട്ടോ വരുന്നത്. അപ്പോൾ അവന് നേരത്തെ MRT ഒക്കെ കിട്ടി, ബസ് എടുത്ത് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിയാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓൾറെഡി ഒരു ലെക്ചർ അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇതാണ് ബിൽഡിങ്ങിൻ്റെ അകത്തെ ഭാഗം. ഞാനിതൊന്നും കാണിച്ചിട്ടില്ല. ഇതുവഴി എക്സിറ്റ് ഉണ്ട് കേട്ടോ. ഇതുവഴിയും നമുക്ക് എക്സിറ്റ് ഉണ്ട്, അപ്പുറത്തെ വഴിയും എക്സിറ്റ് ഉണ്ട്. 2 വഴിയും എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ച് പോകാനായിട്ടിരിക്കുകയാണ്. എനിക്ക് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് സ്റ്റുഡൻറ്റ് ഹബിലൊന്ന് കയറണം. എനിക്ക് യൂണിവേഴ്സിറ്റി ലൈബ്രറി ഒന്ന് ആക്സസ് ചെയ്യണമായിരുന്നു. സോ ഞാൻ സ്റ്റുഡൻറ്റ് ഹബിൽ കയറി. സ്റ്റുഡൻറ്റ് ഹബിൽ നമുക്ക് ഇവിടെ കാപ്പിയൊക്കെ കിട്ടും, കോഫി, അതുപോലെ തന്നെ ടീ. അപ്പോൾ നമ്മൾ തന്നെ അത് ഉണ്ടാക്കി കുടിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊക്കെ കുടിച്ചു, കുറച്ച് വർക്കൊക്കെ ചെയ്തു, ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്റ്റുഡൻറ്റ് ഹബിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. വീക്കെൻഡ് അല്ലേ, അപ്പോൾ സാറ്റർഡേ സൺഡേക്ക് കുക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ കൗണ്ടൗണിൽ കയറി അതൊക്കെ മേടിച്ചിട്ട് പോകണം. ഞാൻ ആൽബർട്ട് പാർക്ക് വഴിയായിട്ടാണ് തിരിച്ച് പോകുന്നത്. അപ്പം ഒരുപാട് പേര് അവിടെ ഫുട്ബോൾ കളിക്കുകയും പെറ്റ്സിനെയൊക്കെ കൊണ്ട് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കൗണ്ടൗണിലും നല്ല തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് അവർ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ടായിരിക്കണം ഈ തിരക്ക് വരുന്നത്. കയറിയ സൈഡിൽ തന്നെ എഗ്ഗിന് നല്ല രീതിയിലുള്ള ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 18 എഗ്ഗിന് $9 ഏകദേശം ഉള്ളായിരുന്നു. പിന്നെ ചിക്കൻ, ബീഫ്, പോർക്ക് ഐറ്റംസിനെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഓഫറുണ്ട്. എനി 320 ഓഫേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൗണ്ടൗൺ. അത് എപ്പോഴും ഉണ്ടായിരിക്കും, അങ്ങനെയുള്ളത്തെ ഓഫേഴ്സൊക്കെ എപ്പോഴും കാണും. പിന്നെ ഡ്രം സ്റ്റിക്ക് എല്ലാത്തിനും ഓഫേഴ്സ് ഇടുന്നുണ്ട്. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലൊക്കെ എത്തി. അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ചിക്കനും ബീഫും ഒന്നും കട്ടൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ അങ്ങ് ഫ്രീസറിൽ വെക്കുകയാണ്. ഇതിനിപ്പം കട്ട് ചെയ്യാനൊന്നും സമയമില്ല. ബബ്ലൂസ് വരുന്നതിന് മുമ്പ് എനിക്ക് അവന് ഫുഡ് ഉണ്ടാക്കണം. അങ്ങനെ കെറ്റിലിൽ ബാക്കി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചു. പിന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. രാവിലെ ഞാൻ അങ്ങനെ ഇട്ടിട്ടാണ് പോയത്. രാവിലെ ഒന്നും ചെയ്യാനുള്ള സമയമൊന്നുമില്ലായിരുന്നു. കോളേജിൽ പോകുന്നതിൻ്റെ ധൃതിയിൽ അങ്ങ് ഇട്ടിട്ട് പോയി. പിന്നെ പോകുന്നതിന് മുമ്പ് ഞാൻ വേസ്റ്റൊക്കെ കളണ്ടാണ് പോയത്. അപ്പോൾ തിരിച്ച് ബാഗ് എടുത്തിടുകയാണ് ട്രാഷിൽ. ഇവിടെ നമ്മൾ വേസ്റ്റ് കളയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പാർട്ട്മെൻറ്റിലൊക്കെ പൊതുവേ നമുക്ക് താഴെ ഒരു റബ്ബിഷ് റൂം കാണും. അവിടെ നമ്മൾ ഈ പാക്കറ്റ് പ്രോപ്പറായിട്ട് കെട്ടിയിട്ട് കൊണ്ട് ഡിസ്പോസ് ചെയ്യണം. പ്രത്യേകമായിട്ടൊരു റബ്ബിഷ് റൂമൊക്കെ ഉണ്ട്. ഇനി പാത്രങ്ങളൊക്കെ ഇത്രയും കഴുകാനുള്ള വിഷമത്തിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം എടുത്ത് വെക്കുകയാണ്. ഇനി ബബ്ലൂസിന് ഫുഡ് ഉണ്ടാക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല, എഗ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവനത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബബ്ലൂസിന് എഗ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ റൈസ് വേവിക്കാനായിട്ട് നോക്കുകയാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കെൻഡിൻ്റെ ഇലക്ട്രിക് ഒരു കുക്കറെന്ന് പറയാം, ഇലക്ട്രിക് കുക്കറാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 ഗ്ലാസ് ചെറിയ കപ്പ് റൈസ് ഇടുന്നുണ്ട്. അതിന് റൈസ് കഴുകി വെച്ചു വേവിക്കാനായിട്ട്. പിന്നെ ഫ്ലാസ്കിൽ വെള്ളമൊക്കെ പിടിച്ചു വെച്ചു, വെള്ളമൊക്കെ ചൂടാക്കി വെച്ചു. അങ്ങനെ റൈസ് വേവുന്ന സമയം ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ TV ഒക്കെ കാണാനായിട്ട് അവിടെ സോഫയിൽ പോയിരുന്നു. ഞാനിന്ന് ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിപ്സൊക്കെ പൊട്ടിച്ച് കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എഗ് റൈസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സവാള എടുത്തു. ഭയങ്കര അങ്ങ് ആധികാരികമായിട്ടൊന്നും അല്ല ഞാൻ ഉണ്ടാക്കുന്നത്. അവനെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള ചെറുതായിട്ട് മുറിക്കുന്നുണ്ട്. പിന്നെ പകുതി തക്കാളി,
പച്ചമുളക് ഇടത്തില്ല, കാരണം എരിയെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു മുട്ട അല്ലെങ്കിൽ 2 മുട്ട, ഞാനിപ്പം 2 മുട്ട എടുക്കുന്നുണ്ട്. അങ്ങനെ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ജസ്റ്റ് എണ്ണയിൽ വഴറ്റിയിട്ട് തക്കാളിയും പിന്നെ നമ്മുടെ റൈസും ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നടുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽ കുറച്ച് കുരുമുളകും പാകത്തിന് ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ എഗ് റൈസ് റെഡിയാവും. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതാണ് എഗ് റൈസ്. അതൊരു നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ എഗ് റൈസിൻ്റെ പരിപാടിയാണ് നടക്കുന്നത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റൊക്കെ ഇപ്പം ഇവിടെ ക്ലോസ് ചെയ്തേക്കുക. അപ്പം നമുക്ക് ബാൽക്കണി ഒന്നും തുറക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ട്. കുറച്ച് ഇങ്ങനെ പുക വരുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ ഫയർ അലാം അടിക്കാൻ തുടങ്ങും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആഴ്ചയിൽ ഒരു 3-4 തവണയെങ്കിലും ഫയർ അലാം അടിക്കും. പിന്നെ നമ്മൾ താഴെ പോയി നിൽക്കണം, ഫയർ എൻജിൻ വരണം, അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നത്. അങ്ങനെ ബബ്ലൂസിൻ്റെ എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെയും പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചേട്ടനും ബബ്ലൂസും വരുന്നുണ്ട്. അപ്പം അവരെയും കൂടി കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചു. അതുമല്ല ഞാൻ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിസ്സയും വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്കും നമ്മുടെ പഞ്ചാബ് ഇന്ത്യൻ ഷോപ്പിൽ നമ്മുടെ മല്ലിയിൽ ഇരിക്കുന്ന കണ്ടത്. അങ്ങനെ പിന്നെ മല്ലിയിലേ വാങ്ങിച്ചു. തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഞങ്ങൾ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്കൈ ടവറിലും ഈ ഫ്രൈഡേ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സ്കൈ ടവറിൽ കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് എത്താറായി ഏകദേശമൊക്കെ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.